ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് തക്കാളിച്ചോറിൻ്റെ ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ മുമ്പൊരിക്കൽ ഒരു തക്കാളിച്ചോറിൻ്റെ വീഡിയോ ആദ്യമായിട്ട് ചെയ്തിട്ട് അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അന്നിട്ട് എന്തോ എനിക്ക് ഇടാനായിട്ടുള്ള എന്തോ ഒരു ഇത് പറ്റിയില്ല. ഇട്ടിട്ട് പിന്നെ എന്തോ എൻ്റെ മൊബൈലിൽ നിന്ന് അത് പോവേ എങ്ങനെ എന്തോ ചെയ്തു. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് തക്കാളി ചോറ് വയ്ക്കാം, പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതിനിടയ്ക്ക് വെച്ച് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ തക്കാളി ചോറ് വയ്ക്കാനായിട്ട് ദേ ഒരു കടായി അടുപ്പത്ത് വെച്ചു. അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ദേ നല്ല സൂപ്പർ നമ്മുടെ റേഷനരി ഞാനങ്ങനെ വേവിച്ച് ദേ നമ്മുടെ കണ്ണാപ്പയിൽ വെച്ചിരിക്കുകയാണ്. ഇത് റേഷനരിയാണെന്നൊക്കെ പറയുമോ? ആളൊക്കെ റേഷനരി എന്നൊക്കെ പറയുമ്പം നാണക്കേടാണല്ലേ. അപ്പോൾ നമ്മൾ റേഷനരിയൊക്കെ തിന്നുന്നു എന്ന് പറയുമ്പോൾ ഒരു കുറച്ചിലാണ്. കണ്ടോ, വെള്ള റേഷനരിയാണ് കേട്ടോ. നമുക്കെല്ലാം കിട്ടാത്ത പാടേ ഉള്ളൂ കേട്ടോ. പണ്ട് നമുക്ക് റേഷനരി അങ്ങനെ മേടിച്ചിട്ടില്ല. നമ്മളെ കാർഡ് ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു. ഇപ്പം നമുക്ക് പണ്ടെന്നല്ല ഇപ്പോഴായാലും നമുക്ക് ഏതരി കിട്ടിയാലും നമ്മൾ കുടിക്കും, ഏത് മീൻ കിട്ടിയാലും കഴിക്കും, വായി കടിക്കാത്ത എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും കേട്ടോ. നമുക്കതിലൊന്നും ഒരു ഇതും എനിക്കുമില്ല, ഭർത്താവിനുമില്ല, എൻ്റെ മക്കൾക്കുമില്ല. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ വളർത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ റേഷനരി കൊണ്ടൊരു തക്കാളി ചോറുണ്ടാക്കിയാലോ? എന്താ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം തക്കാളി ചോറുണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചു. അപ്പം ഞാൻ ശകലം സൺഫ്ലവറാണ് ഒഴിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, ഞാനിത്തിരി സൺഫ്ലവറാണ് ഒഴിക്കുന്നത്. ശകലം മതിയല്ലോ. സൺഫ്ലവർ ഒഴിച്ചു. കുട്ടൂസമ്മ വെള്ളവും കൊണ്ട് നടക്കുകയാണല്ലോ. ദാഹത്തത് നല്ലതല്ലേ. നല്ല സൂപ്പർ നാരങ്ങ വെള്ളം, നാരങ്ങയും ഇത്തിരി ഇഞ്ചിയും കൂടി അടിച്ചതാണ്. ഐസ് ക്യൂബ് ഇട്ടേക്കുന്നുണ്ടോ? ഐസ് ക്യൂബ് വായിൽ വന്ന് നമ്മൾ തണുത്ത വെള്ളമൊന്നും കുടിക്കൂല, പക്ഷേ നാരങ്ങ വെള്ളമൊക്കെ അടിക്കുമ്പോൾ കുടിയുന്ന തണുത്ത വെള്ളമോ ഐസ് ക്യൂബൊക്കെ ഇടും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചൂടല്ലേ. അപ്പം നമുക്ക് കടുവ ഇതിലേക്ക് ഇട്ടാലോ? മുളക് പൊടി എടുക്കുമ്പോഴത്തേക്ക് അതിൽ കടുവിൽ വീഴും. അതാണ് ആ മുളക് പൊടിയുടെ ഇതും കൂടെ കാണുന്നത്. കറിവേപ്പ് മാത്രം ഇല്ല, വറ്റൽമുളക് ഇട്ടു. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് ഞാനിവിടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. മോളിപ്പം കടയ്ക്കലോട്ട് പോകാനായിട്ട് പോയി, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഒത്തിരി ഇടുന്നത് ഇത്തിരി കടലപ്പരിപ്പാണ്. കണ്ടോ, അതുപോലെ തന്നെ ഇത്തിരി ഉഴുന്ന് പരിപ്പാണ്. കണ്ടോ, നമ്മുടെ ഇളക്കുന്ന ചട്ടകം നോക്കിയിട്ട് എന്തിയേ അങ്ങനെയാ കൊണ്ടുവച്ചിരുന്ന അവസാനം നോക്കുമ്പോൾ അത് കരിഞ്ഞും പോവും, കാണത്തുമില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഇനി സവാള അരിഞ്ഞത്, പച്ചമുളക്, അതും കൂടി ഒന്ന് നമുക്ക് നല്ലതുപോലെ കരിയാതെയൊക്കെ ഇളക്കി കൊടുക്കാം.
ശകലം നെയ്യ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളിക്ക കൂടി അതിലേക്കിടാം. ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ചോറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാടാനായിട്ട് നല്ലതുപോലെ ഒന്ന് പാടി വരണം. ഞാനങ്ങ് ഇവിടെ തന്നെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് തീ കുറവായത് കൊണ്ടാണ് ചിലപ്പോഴൊക്കെ മറ്റേതിൽ നമുക്ക് വീഡിയോ പിടിക്കുന്നതിനുമൊക്കെ മറ്റേതിലേക്ക് കൊണ്ടുപോകണത്. ഇന്നിപ്പം ഞാൻ ഇതിൽ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് വാടി വരട്ടെ. 2-3 ദിവസം കൊണ്ട് വീഡിയോ നമ്മുടെ തക്കാളി ചോറിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളി കടായി അടുപ്പിൽ വെച്ചു, ഇത്തിരി എണ്ണ ഒഴിച്ചു, കടുകിട്ടു, മുളകിട്ടു. അതിനുശേഷം ഇത്തിരി കടലപ്പരിപ്പ്, പിന്നെ ശകലം ഉഴുന്ന പരിപ്പ്, അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, അതിനുശേഷം സവാള അത്രയും ഇട്ടിളക്കി. ഇത് കഴിഞ്ഞ് ഒന്ന് ശകലം ഒന്നതായി കഴിഞ്ഞതിന് ശേഷം തക്കാളിക്കയും കൂടെ ഇട്ട് അതിനുശേഷം ശകലം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും ഇട്ടു, മറ്റേ പൊടിയും രണ്ടും 1/2 സ്പൂൺ വീതം ഇട്ടു. എന്നിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിലേക്ക് തട്ടിയാലോ. കണ്ടോ, ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് ബിരിയാണി അരിയാണെങ്കിൽ അങ്ങനെ, റേഷൻ അരിയാണെങ്കിൽ അങ്ങനെ, അതല്ല നമ്മൾ ചോറ് വയ്ക്കുന്ന അതാണെങ്കിൽ അങ്ങനെ. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചോറ് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ചോറെല്ലാം ഇതിലേക്ക് തട്ടിയിടാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. അപ്പം നമ്മുടെ തക്കാളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ശകലം നെയ്യ് നമ്മൾ നേരത്തെ ഒഴിച്ചു, എന്നാലും ശകലം ഒഴിച്ചു. ഇനി നമുക്ക് ശകലം മല്ലിയിലയും പുതിനയിലയും ഇട്ട് അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ടോ നമ്മുടെ തക്കാളി ചോറ് നിങ്ങൾക്ക് ഇഷ്ടമായോ?